ജൂത സമൂഹം എക്കാലത്തും മുസ്ലിമുകൾക്കെതിരെ വഞ്ചനയും ചതിയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ അവരുടെ ചരിത്രം ചതിയുടെയും വഞ്ചനയും തരുന്നു. അതുകൊണ്ട് പ്രവാചകൻ പലപ്പോഴും അവരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഖാത്തലല്ലാഹു യഹൂദ, അള്ളാഹു ജൂതന്മാരെ ശപിക്കട്ടെ എന്നൊക്കെ അവർ നശിക്കട്ടെ അതൊക്കെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ജൂത സമൂഹത്തിൽ നിന്ന് ഒരാളെ കുറിച്ച് മാത്രം നബി തങ്ങൾ നല്ലവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹൈരീഖ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച്, മുഹൈരീഖ് ഖൈറു യഹൂദ്, ജൂതന്മാരിൽ ഏറ്റവും നല്ലവൻ മുഹൈരീഖാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായിരുന്നു മുഹൈരീഖ്? ഹിജ്റയുടെ 3-ാം വർഷം ഉഹദ് യുദ്ധം നടക്കുന്നു. ഉഹദ് യുദ്ധത്തിന് വേണ്ടി അബൂ സുഫ്യാന്റെ നേതൃത്വത്തിലുള്ള 3000 പേരടങ്ങുന്ന സംഘം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. നബിയും സമ്പത്തും മദീനയിലേക്ക്. മദീനയിൽ പ്രബലമായ ചില ജൂത ഗോത്രങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗോത്രമാണ് ബനു നദീർ എന്ന് പറയുന്ന ഗോത്രം. ഈ മുഹൈരീഖ് എന്ന് പറയുന്ന ജൂതൻ ബനു നദീർ ഗോത്രക്കാരനാണ്. തന്നെയല്ല, ഇദ്ദേഹം ജൂത പണ്ഡിതനാണ്, വലിയ ധനാഢ്യനാണ്. ഇദ്ദേഹം ചെന്ന് തന്റെ ഗോത്രത്തോട് പറഞ്ഞു, മുഹമ്മദും കൂട്ടരും നമ്മുടെ മദീനയിലുണ്ട്, അവരെ ആക്രമിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മുശ്രിക്കുകൾ വരികയാണ്. ഇത് തടയേണ്ട ബാധ്യത നമുക്കുണ്ട്. കാരണം മുഹമ്മദ് നബിയാണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഗ്രന്ഥത്തിൽ തൗറാത്തിൽ പറഞ്ഞ എല്ലാ അടയാളങ്ങളും മൊത്തം സത്യപ്രവാചകനാണ് മുഹമ്മദ്. നമ്മൾ വിശ്വസിക്കാത്തത് നമ്മുടെ അസൂയയുടെ പേരിലാണ്. നമ്മളിൽ പ്രവാചകൻ വന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾ മുഹമ്മദ് വിശ്വസിക്കാത്തത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടേതാണെന്ന് അറിയുന്നതിനേക്കാൾ മുഹമ്മദ് നബിയാണെന്ന് അറിയാം. അതുകൊണ്ട് മുഹമ്മദിനെ ആക്രമിക്കാൻ ഒരിക്കലും നമ്മൾ ഇടം കൊടുക്കരുത്, മുശ്രിക്കുകളെ തടയണം, നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളില്ല, ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, ശനിയാഴ്ച നമ്മുടെ ആരാധന ദിവസമാണ്, ശാബത്ത് ദിനമാണ്, ഇന്ന് യുദ്ധം ചെയ്യാൻ പാടില്ല, ഞങ്ങൾ മുഹമ്മദിനെ സഹായിക്കില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞാൻ സഹായിക്കാൻ പോകുകയാണ്. മനുഷ്യൻ ജൂതനാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു 7 തോട്ടങ്ങളുണ്ട് മദീനയിൽ, വലിയ വലിയ തോട്ടങ്ങൾ, മഷ്റൂബ, സാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന 7 തോട്ടങ്ങൾ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധത്തിന് പോവുകയാണ്, മുഹമ്മദിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ 7 തോട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല, മുഹമ്മദിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതി വെച്ചു. വഖഫ്, ഇസ്ലാമിലെ ആദ്യത്തെ വഖഫാണ്. അതിനു മുമ്പ് ആരും വഖഫ് ചെയ്തിട്ടില്ല. ഒരു ജൂതനാണ് വഖഫ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അങ്ങനെ 7 തോട്ടങ്ങളും നബിക്ക് വേണ്ടി അദ്ദേഹം ദാനം ചെയ്ത് ജൂതന്മാരുടെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോയി. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടതിന് ശേഷം വിശ്വാസങ്ങളോടൊന്ന് പറഞ്ഞു, മുഹൈരീഖ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു. വിശ്വാസം പറഞ്ഞു, മുഹൈരീഖ് ഖൈറു യഹൂദ്, ജൂതന്മാരിൽ ഏറ്റവും നല്ലയാൾ മുഹൈരീഖ്. അദ്ദേഹം അറിഞ്ഞ സത്യത്തിന്റെ കൂടെ നിന്നു. അദ്ദേഹം നമ്മളെ ചതിച്ചില്ല. അദ്ദേഹം മുസ്ലിമായോ ഇല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അദ്ദേഹം മുസ്ലിമാണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടാണ് യുദ്ധം ചെയ്തത്, അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, അദ്ദേഹം ഷഹീദാണ്. അതിന് വളരെ കുറഞ്ഞ സമയം അദ്ദേഹത്തിന് മുസ്ലിമായിട്ട് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം നാളെ സ്വർഗത്തിൽ രക്തസാക്ഷികളുടെ കൂടിയായിരിക്കും, മുസ്ലിമാണെന്ന അഭിപ്രായം അനുസരിച്ച്. അദ്ദേഹത്തിന്റെ ഒരു തോട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് ദാനം കിട്ടിയതാണ്. അവരെ വീട് വെച്ച് താമസിച്ചത് ഈ ഒരു തോട്ടത്തിലാണ്. അവിടെ വെച്ചാണ് നബിക്ക് ഇബ്രാഹിം എന്ന കുട്ടി ഈ മാരിയത്തുൽ ഖിബ്തിയിൽ ജനിക്കുന്നതും ആ തോട്ടത്തിൽ വെച്ചാണ്, ഈ ജൂതന്റെ തോട്ടത്തിൽ വെച്ചാണ്, ജൂതം കൊടുത്ത തോട്ടം. ആ തോട്ടം പിന്നീട് വിശ്വാസങ്ങൾ 7 തോട്ടങ്ങളും വഖഫാണല്ലോ, പാവങ്ങൾക്ക് വേണ്ടി അതിന്റെ വരുമാനം കൊടുക്കുകയാണ് ചെയ്തത്. ആ മാരിയത്തുൽ ഖിബ്തിയെ താമസിച്ച ആ സ്ഥലത്ത് ഒരു പള്ളി പണിയപ്പെട്ടു, മസ്ജിദ് ഇബ്രാഹിം എന്ന പേരിൽ. ഉമർ ബിൻ അബ്ദുൽ അസീർ ഒരു പള്ളി പണിത്. ആ പള്ളി ഇന്നും അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ മനുഷ്യനാണ് ജൂത ചരിത്രത്തിൽ ഏറ്റവും നല്ലവൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നത്. അല്ലാഹു തആല പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മുടെ നാടിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരെല്ലാം ദുരിതം അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകുമാറാകട്ടെ. ഇനിയും ഇത്തരം ഒരു പ്രളയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അല്ലാഹു ഒഴിവാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളുടെ പേരിലാണ് പടച്ചവൻ എങ്ങനെ ചെയ്യുന്നെങ്കിൽ അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. നല്ലൊരു ജീവിതത്തിന് അല്ലാഹു നമുക്ക് അവസരവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദവത്തിൽ